നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വാണിരുന്ന കാലത്ത് ഇവിടെ ഒരു നവകേരള സദസ്സ് എന്ന് പറയുന്ന പരിപാടി നടത്തി. ജനങ്ങളുടെ ക്ഷേമത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പരിപാടിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ആ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കേരളത്തിലുടനീളം യാത്ര നടത്തിയ പിണറായിക്കെതിരെ കരിങ്കൊടി വീശിയ KSU പ്രവർത്തകർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടാണ് പിണറായിയുടെ ഗൺമാൻമാർ രംഗത്ത് വന്നത്. അതായത് പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ള പേരിൽ ഒരു വലിയ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് പിണറായിയുടെ വീട്ടിലെത്തിയപ്പോൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് ED അന്വേഷണത്തിന് എത്തിയപ്പോൾ അവരെ ആക്രമിച്ചതും ഇതേ രക്ഷാപ്രവർത്തനമാണോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയപ്പോഴും പിണറായിയെ സംരക്ഷിക്കാൻ പോലീസ് സേനയിൽ ചിലർ കച്ചകെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ചില തെളിവുകൾ കൂടെ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥരെ SFI പ്രവർത്തകർ ഉൾപ്പെടുന്ന CPM പ്രവർത്തകർ സഖാക്കന്മാർ ആക്രമിച്ചതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, പോലീസ് അതിന് വഴി ഒരുക്കിക്കൊടുത്തോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് പിണറായിയുടെ കാലത്ത് ജോലി ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിണറായി നൽകിക്കൊടുത്ത സേവനങ്ങൾക്ക് കൂറ് എന്നുള്ള രീതിയിൽ ചില പോലീസുകാർ ഇപ്പോഴും സേനയിലുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. എന്തായാലും അന്വേഷണങ്ങൾ ശക്തമാകുമ്പോൾ പോലീസിനെ പോലും സംശയ നിഴലിലാക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അവസ്ഥകൾ എത്തി നിൽക്കുന്നത്. സുരക്ഷിതമായി ED ഉദ്യോഗസ്ഥർക്ക് ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നിന്ന് പ്രധാന റോഡിലെത്താൻ കഴിയുമോ എന്നടക്കം ചോദിച്ചപ്പോൾ പോലും CRPF ഉദ്യോഗസ്ഥർ പോലീസിനോട് അന്വേഷണം നടത്തിയപ്പോൾ പോലും പോലീസ് എല്ലാം സജ്ജമാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം നടന്നിരിക്കുന്നത്. തങ്ങൾ സുരക്ഷിതമായി എത്തിക്കാം എന്നുള്ള പോലീസിന്റെ ഉറപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നൽകുമ്പോൾ നടന്നത് വിപരീതമായിട്ടുള്ള കാര്യം. പോലീസ് കൊടുത്ത ഉറപ്പുകളെല്ലാം പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് EDയുടെ ഉദ്യോഗസ്ഥർ വന്ന കാറുകൾ ആക്രമിച്ചു തല്ലിത്തകർത്ത് ആക്രമണം അഴിച്ചുവിട്ടു. ഇതിന്റെ പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആക്രമണത്തിൽ EDയിലെ വനിതാ ഉദ്യോഗസ്ഥർക്കും ഡ്രൈവർക്കും സാരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുകയുണ്ടായി. സംഭവ സ്ഥലത്ത് സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പോലീസിലെ ഒരു പ്രമുഖ സംഘടനാ നേതാവിന്റെ സാന്നിധ്യവും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ സംശയത്തിന്റെ നിഴലിലേക്ക് കാണുകയാണ്. CPM കടുത്ത അനുഭാവിയായിട്ടുള്ള ഈ പോലീസ് നേതാവ് മുൻപും EDക്കെതിരെ പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിട്ടും ഇയാൾ സുരക്ഷാ ക്രമീകരണങ്ങൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. എന്തായാലും പിണറായിക്ക് വേണ്ടി അന്നും ഇന്നും കാവൽ നിൽക്കാനും ചാവേറാകാനും നമുക്കിടയിലുള്ള നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന ചില കാക്കിയിട്ട മനുഷ്യരുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ പുറത്ത് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥർ എത്തിയ വാഹനം ആക്രമിക്കാൻ CPM, DYFI, SFI പ്രവർത്തകർക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥർ സൗകര്യം ഒരുക്കിക്കൊടുത്തു എന്നുള്ള സംശയവും റിപ്പോർട്ടിലുണ്ട് എന്നാണ് വിവരങ്ങൾ. ബേക്കറി ജംഗ്ഷന് സമീപം പിണറായിയുടെ വാടക വീടിന് പുറത്ത് DCPയുടെ മേൽനോട്ടത്തിലായിരുന്നു സുരക്ഷ ഒരുക്കിയത്. മ്യൂസിയം SHO ആണ് നേതൃത്വം വഹിച്ചത്. പുറത്തു സംഘടിപ്പിച്ച പ്രവർത്തകരുടെ ആക്രമണം അത് വലിയ രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ CPM മുൻ കൗൺസിലറോടും നിലവിലത്തെ കൗൺസിലർമാരോടും സൗഹൃദ സംഭാഷണത്തിലായിരുന്നു SHO എന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു. ED ഉദ്യോഗസ്ഥർ വീട്ടുവളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനും അതിനു മുൻപും പ്രവർത്തകരെ നീക്കാൻ പോലീസിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഈ ഒരു അവസരത്തിലാണ് ഉയർന്നു കേൾക്കുന്നത്. കാറ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇരുവശങ്ങളിലും പിന്നിലും പോലീസ് സംരക്ഷണ വലയം തീർക്കേണ്ടതായിരുന്നു. ഇതിനുള്ള നിർദ്ദേശവും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതും സംശയാസ്പദം. പ്രവർത്തകർ ചുറ്റും കൂടി കാർ ആക്രമിക്കുമ്പോൾ അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. സ്ഥലത്ത് വച്ച് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാനും പോലീസിന് 100ഓളം പോലീസുകാരുണ്ടായിട്ട് പോലും സാധിച്ചില്ല എന്ന്
പറയുമ്പോൾ അതും സംശയം തന്നെ. പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണകാലയളവിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചിരുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ പ്രശാന്തിനെ UDF സർക്കാർ മ്യൂസിയം സ്റ്റേഷനിലേക്ക് SHO ആയി സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷാ വിന്യാസം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം പാളയത്ത് നടന്ന SFI KSU സംഘർഷം നേരിടുന്നതിലും പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നത് ആഭ്യന്തരത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. ഇടത് സംഘടനാ നേതാവായ ഈ ഉദ്യോഗസ്ഥന്റെ പങ്ക് അതീവ ഗൗരവത്തോടെ കാണണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇതിനെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത്. സംസ്ഥാന പോലീസിന്റെ ഉന്നത തലത്തിൽ തന്നെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ED സംഘം കെണിയിൽ പെട്ടത് എന്ന നിഗമനത്തിലാണ് കേന്ദ്രം. അതുകൊണ്ട് തന്നെ കേസ് പ്രാദേശിക പോലീസിന്റെ പരിധിയിൽ ഒതുക്കാതെ CBIക്ക് തന്നെ കൈമാറണമെന്നുള്ള കടുത്ത നിലപാടിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കടക്കുന്നു. കേസിൽ സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം വെറും നാടകമാണ് എന്നും യഥാർത്ഥ പ്രതികളെയും അവർക്ക് ഒത്താശ ചെയ്ത പോലീസുകാരെയും സംരക്ഷിക്കാനാണ് നീക്കമെന്നും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ CBI വരുന്നത് അനിവാര്യമാണ് എന്നാണ് കേന്ദ്രം വിലയിരുത്തുന്നത്. പോലീസിലെ കരിങ്കാലികളെയും ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത രാഷ്ട്രീയ നേതാക്കളെയും ഒരേപോലെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉടൻ പ്രഖ്യാപിച്ചേക്കാം എന്നുള്ള നിഗമനവും പുറത്തുവരുന്നു. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഈ പരിശോധനയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ ഒരു മുന്നറിയിപ്പും മുൻകൂട്ടി ലഭിച്ചിരുന്നില്ല എന്നുള്ള അവകാശവാദത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ഈ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഈ കാര്യത്തിൽ പോലീസിന്റെ യാതൊരുവിധ സഹായവും ED തേടിയിരുന്നില്ല എന്നത് സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. എന്തായാലും 8 പേരടങ്ങുന്ന CRPF ഉദ്യോഗസ്ഥരുടെ സുരക്ഷയോടെയാണ് ഈ ED സംഘം പരിശോധനയ്ക്കായിട്ട് തിരുവനന്തപുരത്തടക്കം എത്തിയത്. സാധാരണ സംസ്ഥാന പോലീസിന്റെ സഹായം തേടാതെ ഇത്തരം റെയ്ഡുകൾക്ക് എത്തുന്നത് കേന്ദ്രസേനയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ആ സുരക്ഷ പോലും ഇവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേന്ദ്രസേന ഒപ്പമുണ്ടായിരുന്നിട്ടും അവർക്ക് തെറ്റായ വിവരങ്ങൾ നൽകി കേരള പോലീസിനെ വഞ്ചിക്കുകയായിരുന്നു ചിലർ നടത്തിയത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. പോലീസ് നൽകിയ സുരക്ഷാ ഉറപ്പ് വിശ്വസിച്ച് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ തെളിവാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുക്കിയതും EDക്ക് വ്യാജ ഉറപ്പ് നൽകിയതും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇടത് സംഘടനാ നേതാവിന്റെ ഫോൺ കോളുകളും കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ സമാന്തരമായിട്ട് പരിശോധിച്ചു വരുന്നു എന്നുള്ളതാണ് സൂചനകൾ. സംഭവത്തിൽ DGPയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കേന്ദ്രം അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ. CBI അന്വേഷണം വരുന്നതോടെ പോലീസിന്റെ പ്രമുഖ സംഘടനാ നേതാവ് ഉൾപ്പെടെയുള്ളവർ പ്രതിപ്പട്ടികയിലേക്ക് ഇടം പിടിക്കുമെന്ന് ചുരുക്കം. ഇത് കേരള പോലീസിനും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനും വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും ചെറിയൊരു പ്രശ്നമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതിൽ വ്യക്തതയുണ്ട്. ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിലൊരു കേവലം ഒരു രാഷ്ട്രീയ സംഘടന പ്രവർത്തകർ ആക്രമിച്ചിരിക്കുന്നത്. അതും തൻ്റെ നേതാവിനെ അന്വേഷണ വിധേയമായിട്ട് ചോദ്യം ചെയ്തു എന്നതിൻ്റെ ഒരൊറ്റ പേരിൽ പിണറായിയെ വന്ന് ചോദ്യം ചെയ്ത് കയ്യും വീശി പോകാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള ആ ഒരു തീരുമാനം, സഖാക്കന്മാരുടെ തീരുമാനം കൈവിട്ടുപോയി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി പിണറായിക്ക് കുരുക്കുമുറുകും എന്നത് വ്യക്തമായിരിക്കുകയാണ്.